ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു അയില കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അയില തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളതൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉലുവയും പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ട് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട് നോക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള 2 തക്കാളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കഴുകി റെഡിയാക്കി അരിഞ്ഞു വെക്കുക. ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം വേണം അതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ തക്കാളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് സെറ്റായി വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ പുളിവെള്ളത്തിൽ നന്നായിട്ട് കുറുക്കിയെടുത്തതാണത്. അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതിന് ഞാൻ അയിലയുടെ തല മാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാംസത്തോടു കൂടിയാണ് കട്ട് ചെയ്തിരിക്കണേ. ഇതും കൂടെ ചേർത്തിട്ട് മീനിട്ടിട്ട് അധികം ഇളക്കി ഇടങ്ങറാക്കണ്ട, അപ്പോൾ മീൻ പൊടിഞ്ഞു. ഇപ്പോഴല്ല, വെന്തതിന് ശേഷം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് മീൻ വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശേഷം നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങ അരച്ചതാണല്ലോ ചേർക്കണം. തേങ്ങ അരച്ച കറിയാണല്ലോ, അപ്പോൾ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ആദ്യമേ അരച്ച് വെക്കണം. അപ്പം ഞാൻ തേങ്ങ മാത്രമാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഉള്ളിയോ ജീരകമോ ഒന്നും ചേർത്തില്ല, വെറും തേങ്ങ വെള്ളം മാത്രം. അപ്പോൾ അത് നല്ലപോലെ പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് തിളപ്പിക്കുക, നല്ലോണം തിളപ്പിക്കരുത്. അതേപോലെ നന്നായിട്ട് ഇളക്കും ചെയ്യരുത്. മീനൊക്കെ പൊടിഞ്ഞ് അങ്ങനെ ആവും, നന്നായിട്ട് പൊടിഞ്ഞൊക്കെ പോവും. ആ ഒരു സെറ്റായി കഴിഞ്ഞതിന് ശേഷം കടുകും ഉലുവയും കൂടെ എണ്ണയിൽ താളിച്ച് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1 ടീസ്പൂണ് ഫിഷ് മസാല പൊടിയും കൂടെ ചേർത്ത് താളിച്ചൊഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇത് ഞാനിനി ഇന്ന് എടുക്കില്ല, നാളെ രാവിലെയാണ് ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ തൂവി കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം ഒന്ന് തുറന്നിട്ട് വേണം ഒന്നുണ്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിങ്ങനെ ഇപ്പം ഞാൻ രാത്രി ഉണ്ടാക്കിയത് ഇതിങ്ങനെ അങ്ങ് അടച്ച് എടുത്ത് വെക്കുക, നാളെ രാവിലെ യൂസ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.